ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു വൈകുന്നേര സമയമാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? എൻ്റെ ഒരു ന്യൂ ഇയർ റിസൊല്യൂഷനായിരുന്നു ജിമ്മിൽ പോകണം, ജിമ്മിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം, ഒന്ന് ഫിറ്റ് ആവണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ മെയ് ആയപ്പോഴത്തേക്കും കൾട്ട് ഫിറ്റിൽ ഒരു വർഷത്തേക്കുള്ള ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമ്മൾ ജിമ്മിൽ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്കാണോ ജിമ്മിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക? നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ജിമ്മാണ് കേട്ടോ. അപ്പോൾ കൾട്ട് ഫിറ്റിലാണ് നമ്മൾ പോകുന്നത്. കൾട്ട് ഫിറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര ജിമ്മ് വേണോ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൾട്ട് ഫിറ്റിൻ്റെ ജിമ്മിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ കയറി ഞാനും ഇക്കായും കൂടെ ഒരുമിച്ചാണ് ജിമ്മിൽ പോകുന്നത്. ഇക്ക ഇടയ്ക്കൊക്കെ ഭയങ്കര മടിയാണ്, എന്നാലും ഞാൻ തന്നെ വിളിച്ചെണീപ്പിച്ചുകൊണ്ട് പോകും. അറ്റ്ലീസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഈ വീക്കെങ്കിലും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഗോള് സക്സസ് ആയിരിക്കുകയാണ്. ഇന്ന് ഒരാഴ്ച തികയും. ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു. പിന്നെ ജിമ്മിൽ പുറത്ത് യൂസ് ചെയ്യുന്ന ഷൂ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് ജിമ്മിൽ സെപ്പറേറ്റ് ഷൂ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ വന്ന് നമ്മൾ സ്കാനർ വെച്ചാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ നമ്മുടെ പേരും എഴുതി ടൈമും എഴുതണം. ഇക്ക എപ്പോഴും 2 മിനിറ്റ്സ് ലേറ്റാണ്. അതുകൊണ്ട് ഞാൻ 6:30 നമ്മളവിടെ ജിമ്മിൽ കയറുന്നത്. കയറി അങ്ങനെ ജിമ്മിലായിട്ട് ആദ്യം വാമപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ്മില്ലാണ് യൂസ് ചെയ്യുക. പൊതുവേ ഞാൻ എല്ലാ മെഷീനിലും 10 മിനിറ്റ്സ് ടൈം വെച്ചിട്ടാണ് ഓടുക. അതിലൊക്കെ ഫാറ്റ് ബേണും കലോറി അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്. പഴയ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ത്രെഡ്മില്ലിൽ അങ്ങ് ഓട്ടാൻ തുടങ്ങും. ഇക്ക അടുത്ത ത്രെഡ്മില്ലിൽ നിന്ന് ഓടുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയൊക്കെ യൂസ് ചെയ്ത് അങ്ങ് വീഡിയോ എടുക്കുക. ഞാൻ കണ്ടോ ഗൈസ് ത്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പുറത്തിക്കായി ഓടുന്നു. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം പിന്നെ ഇക്കായാണെങ്കിൽ ത്രെഡ്മില്ലിൽ ഓട്ടം തന്നെ. ഞാനും ഇക്കായുമായിട്ട് മത്സരിച്ചോട്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മെഷീനിലോട്ട് കയറാൻ വേണ്ടി പോയി. അടുത്ത മെഷീനൊരു സൈക്കിൾ ടൈപ്പ് ഒരെണ്ണം. അതിൽ നല്ല ഫാറ്റ് ബേൺ നല്ലപോലെ പോകുന്നുണ്ട്. 10 മിനിറ്റ്സ് ഓടിയാൽ തന്നെ 100 കലോറീസ് ബേൺ ആവും. ഞാനത് ഇത് വെച്ചിട്ടാണ് ഒരു ഗോൾ വെച്ചിട്ടാണ് 10 മിനിറ്റ്സ് അതിൽ ഞാൻ ഓടുക. അപ്പോൾ ഇപ്രാവശ്യം 9 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ 100 കലോറി ഏകദേശം ബേൺ ആയിട്ടുണ്ട് എന്നാണ് ആ മെഷീൻ പറയുന്നത്. ആ മെഷീനിൽ കാണിക്കുന്നുണ്ട് കണ്ടോ, 100 കലോറിയായി. പിന്നെ ഞാനത് നിർത്തി അടുത്തൊരു മെഷീൻ വന്നു. അത് ഞാൻ ചെയ്തായിരുന്നു, പക്ഷേ വീഡിയോ എടുത്ത് തരാൻ ആരില്ലാത്തതുകൊണ്ട് ഇക്ക ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തു. പിന്നെ ഇത് ഷോൾഡർ പ്രസ്സിന് വേണ്ടിയിട്ട് അടുത്തൊരു മെഷീനിൽ കയറി. അതിലും 15 കിലോ വെയിറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണ്. ലെഗിൻ്റെ എക്സർസൈസിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. 15 കിലോ ഇട്ടിട്ടാണ് ഗൈസ് ഞാൻ ലെഗിൻ്റെ എക്സർസൈസ് ചെയ്യുന്നത്. കണ്ടോ എത്ര കൂളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല കാലുവേദനയായിരിക്കും വീടെത്തുമ്പോഴത്തേക്കും. എന്നിട്ട് അടുത്ത സൈക്കിൾ മെഷീനുണ്ട്. ഇതിൽ 10 മിനിറ്റ്. അങ്ങനെ ഓരോ ഫാറ്റ് ബേണിന് വേണ്ടിയിട്ട് ഓരോ മെഷീനിലും ഞാൻ 10 മിനിറ്റ് വെച്ച് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിയർക്കുമ്പോൾ ഫാൻ്റെ മൂട്ടിച്ച് നീക്കുമ്പോഴത്തേക്കും ഉള്ള തണുത്ത കാറ്റടിക്കുന്ന നല്ലൊരു ഫീലിങ്ങാണ്. അത് കഴിഞ്ഞ് സൈക്ലിങ് കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂറായി ഗൈസ്. അതിന് ശേഷം ഷൂ എല്ലാം ഊരിയിട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഷൂ എല്ലാം ഇറക്കിക്കൊണ്ട് വന്ന് നമ്മളവിടുത്തെ കുറച്ച് നേരം അവിടേക്ക് നോക്കി പുറത്തൊക്കെ അങ്ങനെ വായി നോക്കി നിന്നിട്ട് ഇനി വീട്ടിൽ പോകാനുള്ള ഇതിൽ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോകുന്നത് DRDOയ്ക്ക് അകത്ത് കൂടിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ടായിരുന്നു. നമ്മുടെ ആത്മാർത്ഥത കൂടിയതുകൊണ്ട് മഴയാണെങ്കിലും നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. 1 മാസം തികഞ്ഞിട്ടില്ല. 1 മാസം തികയുമ്പോൾ എന്ത് ഡിഫറൻസാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടറിയാം.